ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്ക നിന്തിരുനാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈനാണോ? മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടു സൂപ്പർ ഒപ്പടാ. ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോണ്ട പന്നിനാ. നിങ്ങൾ അച്ഛൻ സൂപ്പറാണ് അല്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇന്ന് ബുധനാഴ്ച പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? അവിടെ ഇരിക്കെ. സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെ ഉണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തു ഉണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ചിത ഉണ്ടോ? സഞ്ചിത? സഞ്ചിതല്ല. അതും ടൂർ പോയി കൊടുത്തില്ല. വരുണുണ്ടോ? വരുന്നില്ല. സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. എന്നാ അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ? അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേക്ക് വന്നാടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കൊരു ചൂടിരിപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ? എന്തുവാ വന്നില്ലേ? വരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? കേടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് അതിന് അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്ന കേക്ക്. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും.
പശു അല്ലയോ തൊഴിച്ചേ? എടാ കർമ്മമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചോ. ഓ തൊഴിച്ചെന്നോ? ആ എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണെങ്കിൽ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത്, പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. കേകയുടെ ആ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട്. കേഴയല്ല കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 11 വേണം. ഒരുത്തമിന്റെ കേകയാ. അത് പറ. ശരിയായിട്ട് പറഞ്ഞു. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ ചവിട്ടിൽ ലാണന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ, മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ചെല്ലടാ വിളിച്ചല്ലോ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. ആ മൺവിളക്ക് എവിടോട്ട് വെക്ക. ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കുണ്ടോ അതിനകത്ത്? മൺവിളക്കുണ്ടോ? ഇല്ല. മൺവിളക്കുണ്ടോ അതിനകത്ത്? ഇവിടെ വിളക്കെടുത്തോണ്ട് പോ. വിളക്കെടുത്തോണ്ട് പോ. മൺവിളക്കില്ലേ? ഏഴുന്നേറ്റ് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലവെള്ളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അതെ? കടമിഴിയിൽ കമലതളം. കടമിഴിയിൽ കമലതളം എന്നാണോ? അവിടെ നിനക്ക് സമാധാനമായി. നീ ഇതോടെ ശ്രദ്ധിക്കേ. ആ പുസ്തകം കൊണ്ട് മടക്കി വെച്ച മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്യം എന്നാ ചോദിച്ചേ സാറേ. എടാ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാ മതിയൊന്ന്. നീ പറയടാ. മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയാം കൊണ്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാന്നി. തോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാന്നി, തോന്നി. മലയാള നാളുകൾക്ക് സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്ക് തരാനോ? എന്തിന്? നോക്കിട്ട് തരാടാ. തുറക്കല്ലേ? എന്തുവാ മയിൽപ്പീലി ഇരിക്കുവാ? ഇത് മയിൽപ്പീലി വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളായി അത് വെച്ചിട്ട്. എന്തോ അതോർത്തില്ല. അടാ ഇത് പ്രസവം നിർത്തിയ മയിൽപ്പീലിയാ. അപ്പം ബുക്കിനകത്തേ മയിൽപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എഴുതരട്ടോ. നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവാ. ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം സാധിക്കും അവൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് ഈ ഞാൻ ബില്ല് കൊണ്ടുവരത്തില്ല. ടീച്ചറെ വനജ ടീച്ചറെ കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ?
പറ്റത്തില്ല. ടീച്ചറെ വെച്ചിട്ട് പോവാനോ? ആ വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് പിടിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവുമല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്. ആ മലയാളത്തിന് പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് അല്ല, പാവയ്ക്ക. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അഖിലേ ഹിന്ദി പോയം പഠിച്ചു അനന്ത് എഴുന്നേറ്റ് ചൊല്ലേ. ഹിന്ദി പോയം എഴുന്നേറ്റ് ചൊല്ലാൻ. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ആവോ മിൽക്കർ ഗായേ ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ എന്നാ അതോടെ. ആവോ മിൽക്കർ ഗായേ ഗീത് ബെഡായേ ഗീത് ഗായേ ഗീത് ബെഡായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടം തുള്ളലാക്കിയാലും പോയിരിക്കും. എന്റെ ഒരു ഓട്ടം തുള്ളലെ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടരുത് ഇവിടെ. രണ്ടെണ്ണം. ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ, കണക്കെടുക്കാം. അഖിലേ എന്നോടോ? എഴുന്നേറ്റേ. ആ 4 പട്ടി ചെയ്യുന്നില്ലേ? 4ന്റെയോ? ആ ഒരു 4 ഒരു 4 4. ആ 24 24 4 കിടന്നാലും 4 4 4. എടാ 24 8 4 8. ആ അതെ അനന്ത് എഴുന്നേറ്റേ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ ഒരെട്ട്. ആ 16. ആരുടെ? എന്റെ. എടാ ഈരട്ട് 16. ഈരട്ട് 16. മൂക്കെട്ട് മൂവെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ. ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് ആര്? വനജ ടീച്ചറിന്റെ പിതാവ്. ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പം പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലടാ. ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിന് പഠിക്കാൻ വരുവാടാ നീക്ക്? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി ഇവിടെ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതിന് സാറിന് പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് പറ. കപ്പയമ്പായിട്ട് കപ്പയും കൊണ്ട് പുഴുങ്ങി തേട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അല്ല അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര്? പറ അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാറാ അല്ലേ വരുന്ന അന്നേരം അയ്യോ സാറോ എടാ അതല്ല, ഞാൻ തരും. വിക്രം സാരാഭായ്. അയ്യോ ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസ്. പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല.
പഠിക്കണോടാ. ഇവിടെ കേൾക്കണം, ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 എണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ ആ വെഞ്ചരൽ, വൻപയർ. എടാ അത് ചീത്തയാണത്. അയ്യോ ഞാൻ മതിലെന്നാ പറഞ്ഞേ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞത്. ആ ചൈനയുടെ വൻമതിൽ. ആ തെറ്റിക്കരുതേ. ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. ചരിഞ്ഞു നിൽക്കുന്ന പിസയല്ലടാ, ബർഗർ. അത് തിന്ന സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല, സാറെന്ന് പറ. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? കുഴപ്പമില്ല. എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നേ. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ, ഇറക്കി വിടുവോ, എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ? ഇറങ്ങി വാടാ. സാറേ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോ, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് പറടാ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കടയോ? ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ എടി പോടിയെന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. പിന്നല്ല. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. എന്താ പറ. എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയിട്ടാ അത്. എടാ അത് എന്റെ വീട്ടുപേരാന്ന്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ എന്തുവാന്ന്? എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്ക്. ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. വരച്ചോണ്ട് വന്നോ? ആനന്ദു വരച്ചോണ്ട് വന്ന് കാണിച്ചു. ഞാൻ വരച്ചത് സാറേ. ഇങ്ങോട്ടേ ഇതല്ലേ ശരിയാകണേ. കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാനോ? കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കനീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കനീബയുടെ പടം വരയ്ക്കുന്നു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയുന്ന സാർ, ഇങ്ങനെ പോകുന്നു. എടാ ഫിസിക്സ് എന്ന് പറയുമെന്ന് ആര് പറയും? ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി, പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നാൾ ഇതുപോലെ ഒന്നും പറ്റിയില്ല. എന്തോ പ്രശ്നമായിരുന്നു അറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞു. അനന്തുവേ, ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് AVT. എടാ അത് AVT തേയില. പിന്നെന്താ ചോദിച്ചേ? ഗ്രാവിറ്റി. എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഇരിക്കും അവിടെ. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനിയും ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. നമുക്ക് കുറച്ച് നേരം ഈ പഠിത്തമൊക്കെ മാറ്റി നിർത്തിയാൽ. നിങ്ങൾ പടമൊക്കെ വരയ്ക്കും, ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ? കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ. വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ
മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. ആറ്റില്. ആ അത് വരയ്ക്ക്. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ? പെട്ടെന്ന് അല്ലേ വരയ്ക്ക്. ആറ്റുമണൽ പായയിൽ ആറ്റുകട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മെല്ലെ വിളങ്ങി കവിൾത്തടങ്ങൾ നുറുങ്ങി സുലഭമായി ഞാൻ സൂര്യകാന്തികൾ. ആനന്ദ് വരച്ചോ? ആ എന്ത് ചൂണ്ടയിടുന്നേ? മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത് ചൂണ്ട വേണ്ടേ? മനുഷ്യൻ എന്തിയേ? ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും. അയാൾ വള്ളപ്പരെ പോയിരിപ്പുണ്ട്. എന്റെ ദൈവമേ, എടാ എന്തുവാടാ ഈ വരച്ചു വെക്കുന്നത്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച, പുള്ളിക്ക് പനിയാ. പോയിരി നിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. അഖിലേക്ക് വേണം. അഖിലേക്ക് വേണം. ഞാൻ പറയുന്ന ചിത്രം അങ്ങോട്ട് വരയ്ക്കാം. ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് കൊണ്ട് വരയ്ക്കാം. പെട്ടെന്ന് തുടയ്ക്കും, സമയമില്ല. ഇപ്പം വെല്ലടിക്കാറായി. പാവം പിടിച്ചോന്റെ ആന്നേ. പാവം പിടിച്ചൊരു വീട്ടുകാരൻ. അത് അവൻ വരച്ചോട്ടെ, നീ അവിടെ ഇരിക്ക. അലക്കോ അവൻ? നിന്നോട് പറഞ്ഞോ നീ വരച്ചോ? വരച്ചോ മോനെ. എന്തുവാ അത്? വീടെന്തിയേ? സാറേ പാവപ്പെട്ടോണ്ട് വീടല്ലയോ? ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ. ബേസ്മെന്റ് കെട്ടാനേ കിട്ടിയുള്ളൂ. സാറേ പാവം പിടിച്ചവന്റെ വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തോണ്ടാ. ഈ തറ കെട്ടി ഇനി എത്ര നാൾ കിടക്കുമെന്നറിയാം. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ. അയ്യോടാ. സാറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനെ ആണെങ്കിലുണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സില്. അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ. അല്ല അത് ബൊക്ക ആണോ? വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച സാറല്ലോടാ. എന്തുവാടാ പറയുന്നത്? സാറ് മരിക്കാൻ പോവാന്ന്. ഞാൻ മരിക്കാൻ പോവാന്നാന്നോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്? ഓ എന്തുവാടാ അത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ. അടുത്തടിക്കാന്ന്. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കുക. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിൾ അങ്ങോട്ടാ തെറിച്ചു പോയെ. വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി? ഇത്രേ കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ? ചെറിയ കൈഡിയൊന്നും പോരാ, നല്ല കൈഡി വരട്ടെ. ഇതിന്റെ ഒന്നാം ഭാഗത്തിന് ഫ്ലോറിലും സോഷ്യൽ മീഡിയയിലും കിട്ടിയ സ്വീകരണം ഗംഭീരമായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ട് കിടുക്കി ആടിപ്പൊളി. ഷാജൻ ചേട്ടാ, ഹരി, രാജേഷ്, സുജിത്തേ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതിഗംഭീര സ്കിറ്റായിരുന്നു. ഈ അടുത്തങ്ങ് ഇത്രയ്ക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു ചിരി ഒരു സ്കിറ്റിനും കിട്ടിയിട്ടില്ല നമ്മുടെ ഈ ഫ്ലോറിൽ. അതിഗംഭീരമായിരുന്നു. അത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഒട്ടും സ്ട്രെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ചിരിച്ച് മറിയാണെന്നുള്ളതാണ്. ഇതാരാണ്? നിങ്ങൾ തന്നെയാണോ ഇതിന്റെ സ്ക്രിപ്റ്റ്? നിങ്ങൾ മൂന്നുപേരും തന്നെയാണ്. ഓ, അതിനൊരു പ്രത്യേക കൈയടി. കാര്യം നാടൻ തമാശകൾ. നമ്മൾ ഈ സ്കൂളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊന്നും ഇല്ലായിരുന്നു അന്ന്. നിങ്ങളത് ഞാൻ പിന്നെ യൂട്യൂബിലാണ് അതെടുത്ത് കണ്ടത്. ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഗംഭീര സ്കിറ്റാന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലെടുത്ത് കണ്ടു. അതിൻ്റെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് ഇനി എന്താണ് ഇവർ ഇതിനെപ്പറ്റി ഇനി എന്താ സ്കൂളിൽ എന്ത് തമാശകളാണ് പറയാൻ പോകുന്നത് എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആയിരുന്നു. ഉഗ്രം തമാശകളായിരുന്നു. അതിഗംഭീരമായിരുന്നു. നമുക്കിപ്പം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് സന്തോഷമുള്ള നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവർ ഗംഭീര ടീമാണ് കേട്ടോ, അടിപൊളി ടീമാണ് കേട്ടോ എന്ന് പറയും. അപ്പം ഒരുപാട് പേര് നിങ്ങളെ തിരയുന്നുണ്ട്, നിങ്ങളുടെ അവരോടെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തരും. എല്ലാവർക്കും നിങ്ങൾ മൂന്നുപേരും കൂടെ വളരെ. അപ്പോൾ അതെ, നമുക്കൊക്കെ അറിയാം പേഴ്സണൽ നിങ്ങൾ എവിടെയാണ്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങൾ? റാന്നി തന്നെയാണോ? മൂന്ന് പേരും റാന്നിയാണോ? ഞങ്ങൾ പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല. റാന്നി. ഞാൻ റാന്നി. റാന്നി. ഞാൻ അടൂര്. ഞാൻ കോന്നി.
അടൂരുകാരാണ് ഇവിടെ വന്നിരിക്കുന്നു. അടിപൊളി അടിപൊളി. അപ്പൊ ഗംഭീരമായിരുന്നു, ഒരുപാട് സന്തോഷം. ഇനി ഇതിൽ ഒരിക്കലും താഴോട്ട് പോകാതെ മേളിലോട്ട് പോകാൻ വേണ്ടി നോക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളിപ്പോ എങ്ങനെയാണ് പോകുന്നത് അതിന്റെ ഡബിള് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, നിങ്ങളെ മൂന്നുപേരും കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചു. ഞാനും കഴിച്ചു. കഴിച്ചോ? ഇല്ല അവൻ കല്യാണം കഴിച്ചില്ല. ഇല്ല കഴിച്ചില്ല. നിങ്ങളുടെ രണ്ടുപേരും ഭാര്യമാരുടെ പേര്? വൈഫിന്റെ പേര് സുജാത. സുജാത. ഇത് സജിത. സജിത. മക്കൾ എത്ര പേരാ? എനിക്ക് 2 മക്കള്, +1 +2 പഠിക്കുന്നു. മഞ്ജിമ, ജ്യോതിഷ്. എനിക്ക് 2 മോള്, ദേവനന്ദ, ദേവിനന്ദ. മൂത്താള് +1, ഇളയാള് 9ാം ക്ലാസ്. അപ്പൊ എന്തായാലും ഈ ഐറ്റം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് കൂടെ പെണ്ണാകാൻ സാധ്യതയുണ്ട്. ഗിരിജ ടീച്ചറിനെ തന്നെ നമുക്ക് ടീച്ചർ ഫോൺ വിളിയൊക്കെ എന്റെ അതിന് വേറൊരു മൂടാ. അതെ, അവിടെ നിങ്ങൾ മാറി വന്നിട്ടേ. എന്തായാലും ഒരു സാധനം എടുത്ത് വിജയിപ്പിച്ച് അതിന്റെ രണ്ടാമതെടുത്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കിയാണ് കാര്യം. ഞാൻ ഇന്നിവിടെ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞ അവരതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് പുതിയത് എന്തെങ്കിലും തപ്പാൻ പാടില്ലെന്ന് അവരോട് ചോദിച്ചു. കാര്യം ഒന്ന് ചെയ്ത് രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ആണല്ലോ. പക്ഷെ നിങ്ങൾ അതിൻ്റെയൊക്കെ മേളിൽ ഇത് എങ്ങനെ ഇതിൻ്റെ സബ്ജക്റ്റ് എഴുതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുള്ളതും കുറച്ച് നിങ്ങളുടെ അഭിനയത്തിൻ്റെ ശൈലിയുടെ ഒരു രസവും കൂടിയാണ്. ഏറ്റവും കൂടുതൽ മാറ്റി കൂട്ടുന്ന അതാണ്. ഞാൻ അങ്ങോട്ട് എപ്പോഴും വരുന്നില്ല, സാർ ഇങ്ങോട്ട് എന്തിനായാലും നല്ലതിനല്ല. അത് നമ്മളെപ്പോലുള്ള ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് സാധാരണ ചിരികൾ കണ്ടാൽ ചിരിക്കുന്ന ആൾക്കാരാണ്. വലിയ ഹൈ ലെവൽ സാധനമൊന്നും കൊടുക്കണമെന്നില്ല, അവർക്ക് ചിരിച്ചാൽ മതി. നമ്മൾ ഈ ഷോ വെക്കുമ്പോൾ അവർക്ക് വന്നിരുന്ന ആ ടീമിൻ്റെയാണ്, നമുക്ക് പോയിരുന്ന ചിരിക്കാമെന്നൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഇനി ഇതിൻ്റെ മൂന്നാമത് നിങ്ങൾ അഥവാ പിടിക്കുകയാണെങ്കിൽ അതെവിടെയാകുമെന്ന് ഇപ്പോഴേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഓഡിയൻസിനൊരു പ്രതീക്ഷയുണ്ട്. കാര്യം ഇത് രണ്ടും ഹിറ്റായ സ്ഥിതിക്ക് മൂന്നാമത്തെ നമ്മൾ ഹിറ്റാക്കാനായിട്ട് ശ്രമിക്കും. അപ്പം എന്തായാലും ഇനി മൂന്നാമത് വരികയാണെങ്കിൽ തന്നെയും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിങ്ങൾ റൗണ്ട് ഒപ്പിച്ച് ഇവിടെ കളിച്ചു. അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം തരേണ്ടത്. 3 പേര് ഹാർഡ് വർക്ക് ചെയ്യണം. ഇടയ്ക്ക് ചില പോരായ്മകളൊക്കെ നിങ്ങളിൽ നിന്ന് നേരത്തെ ഉള്ള എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അതെല്ലാം മറന്നു കളഞ്ഞിട്ട് പുതിയത് എന്തുണ്ടാക്കിയെടുക്കാം, പുതിയത് എങ്ങനെ കൊണ്ടുവരാം, പുതിയ കൗണ്ടറുകൾ എങ്ങനെ ചിന്തിക്കാമെന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾ വേറെ ലെവലിലെത്തുന്നുള്ള അങ്ങനത്തെ 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. നല്ലത് തന്നെ വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ബിജുകുട്ടൻ ചേട്ടാ. കിണ്ണം കാച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളും നിങ്ങൾ എവിടെ ഇരുന്ന്? അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ വേറൊരു ഫ്ലോറിലും കണ്ടിട്ടില്ല, ഒരു ട്രൂപ്പിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ? ട്രൂപ്പുകളിൽ പോയിട്ടില്ല. ശരി. അപ്പൊ ഈ ഫ്ലോറിൽ പുള്ളി മാത്രം, രാജേഷ് മാത്രമേ ഉള്ളല്ലേ? ബാക്കി നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാലേ ഞങ്ങളൊക്കെ ഒരു 10-30 വർഷത്തിന് മുമ്പ് തുടങ്ങിയൊരു ആർട്ടിസ്റ്റുകളാണ്. മിമിക്രി ആയിട്ടും മിമിക്സ് പരേഡായിട്ടും അതുപോലെ തന്നെ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾ അതിക്കും മേലെ എന്താ പറയണത്, ഒരു 10-40 വർഷത്തെ പരിചയമുള്ള പോലെയാണ് നിങ്ങളുടെ കൗണ്ടറുകൾ. നമ്മുടെ നസീർക്ക് പറഞ്ഞില്ലേ, ഒരു 100 എന്നുള്ള സംഭവം നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 95 കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ 100 തന്നെ കിട്ടാറുള്ളൂ. ഇത് 100 അല്ല, ഇത് 250 വളരെ ഗംഭീരമായിരുന്നു. കാരണം ഇവിടെ എനിക്ക് പറഞ്ഞാൽ അതിന് സ്പേസ് ഉണ്ടായിരുന്നില്ല, എല്ലാം ചിരിച്ച്. കാരണം ഇപ്പൊ ജീവ പറഞ്ഞ് ഒരു ഇന്റർവ്യൂവിൽ ഇട്ടാൽ ഒരു ശ്വാസം കിട്ടാനായിട്ടൊരു സമയം ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടിരുന്നു ഭയങ്കര ഉണ്ടാവും. ഈ സ്കൂൾ കുട്ടിയൊക്കെ ഞാനൊക്കെ കളിച്ചിട്ടുണ്ട്, സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ എനിക്കൊക്കെ നാണാവാണ് അന്ന് കളിച്ചത്. സത്യം പറയാം, സത്യമായിട്ട് അന്നൊക്കെ നല്ല ചിരിയായിരുന്നു. പക്ഷെ എവിടെ നിന്നൊക്കെയാണ് ഈ കോമഡി വരുന്നത്? സ്കൂളിൽ സാറും കുട്ടികളൊക്കെ അല്ലേ ഉള്ളൂ, പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ എടുത്തപ്പോൾ സാറിന് കുറച്ച് ഹ്യൂമറേ ഉണ്ടായിരുന്നുള്ളൂ, സാറ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ സ്കിറ്റിൽ സാറ് ഗംഭീരമായിരുന്നു. സാറ് ഫോൺ എടുത്താ ചിരിയാ വനജ ടീച്ചറെ. അത് ട്രോളാണ്. ഇനി സൂത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അമ്മ, ഞങ്ങൾ 7 മക്കളാണ്. ഓക്കെ. അച്ഛനെ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. പിന്നെ ചേട്ടന്മാരെല്ലാം കല്യാണം കഴിച്ച്, ചേച്ചിമാരൊക്കെ അവരൊക്കെ വേറെ സെപ്പറേറ്റ് ആണ്. അമ്മയുടെ പേരെന്താണ്?
അമ്മയുടെ പേര് ശാരദ. ശാരദമ്മയോട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. അല്ല നസീർക്ക് പറഞ്ഞ പോലെ ഇനി ഒരു കല്യാണക്കാരി എന്തായാലും വരുവിടുന്നു, തീർച്ചയായിട്ടും ഉറപ്പാണത്. ഞാൻ ചോദിക്കണതേ, ഇതിക്ക് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യായിരുന്നോ അല്ലെങ്കിൽ ഇതേ തന്നെ മിമിക്രി? അല്ലല്ല, പെയിന്റിംഗ് ആയിരുന്നു. പെയിന്റിംഗ് ആയിരുന്നു അല്ലേ? അല്ല ഇനിയിപ്പോ പൈസ കൂട്ടാം, സെലിബ്രിറ്റി പെയിന്റഡി എന്നും പറഞ്ഞ പാറ്റേൺ ഉണ്ടാക്കിയാൽ പൈസ കൂട്ടാം. അല്ല ഇവര് എനിക്ക് തോന്നുന്നു പുറത്ത് കണ്ടാലും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ, അല്ലാതെ വേറെ ഇതേപോലൊക്കെ തന്നെയുള്ളൂ. അതാ അതൊരു നല്ല ഒരു രാജേഷ് പുതിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്തനാപുരത്ത്. എന്ത് ഒരു ചെറിയ തട്ടുകട തുടങ്ങി, ഒരാഴ്ച ആയതേ ഉള്ളൂ. പത്തനാപുരത്ത് എവിടെയാണത് തട്ടുകട? പത്തനാപുരത്ത് നിന്ന് അടൂര് വരുന്ന റൂട്ടില്ല. പത്തനാപുരത്ത് നിന്ന് അടൂര് വരുന്ന റൂട്ടില് സ്ഥലം ജംഗ്ഷൻ 26 പറയും. 26 നമ്മുടെ രാജേഷ് നടത്തുന്ന ഗംഭീര തട്ടുകടയുണ്ട്. ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ആ റൂട്ടിൽ പോകുമ്പോ എന്തായാലും കയറും. കടയുടെ പേരെന്തുവാന്നും ചോദിച്ചു. കടയുടെ പേരെന്താ? പൊടിയും കൊച്ചാട്ടന്റെ ചായ. സൂപ്പർ, അടിപൊളി. ഇതിലും വലിയ പേരില്ലേ? അടിപൊളി ഇവരുടെ ആദ്യത്തെ ഹിറ്റാണ് പൊടി കൊച്ചാട്ടൻ. അടിപൊളി, നല്ല പേര്. ഗംഭീരം. ഓക്കെ, അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിൽ ഐശ്വര്യമായിട്ട് ഇവരുടെ മാർക്സിലേക്ക് പോവാം, ദുട്ടിലേക്ക് പോവാം. ആദ്യം ആരാണ്? നസീർക്ക. ഞാൻ ഹാപ്പി ആയിട്ട് കൊടുക്കുകയാണ് 40,000 രൂപ. 40,000 ചേട്ടാ. ഞാനും പുറക്കുന്നില്ല. 40. എനിക്ക് തോന്നുന്നത് അല്ലേ? ടോട്ടൽ 80 മാർക്ക്. ഇപ്പൊ തന്നെ സിൽവർ പഞ്ച് അടിച്ചവര്. അടിപൊളി. നമ്മുടെ ഇത് ഐറ്റം വേറെ തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് 2 ജഡ്ജസിന്റെ മാർക്ക് കിട്ടുമ്പോ തന്നെ ഒരു ടീം സിൽവർ പഞ്ച് അടിക്കുന്നത്. അപ്പൊ ഇനി ടോട്ടൽ മാർക്ക് അറിയാം. ഓക്കെ ചേട്ടാ, ടോട്ടൽ എമൗണ്ട് 1,10,000 രൂപ ഗോൾഡൻ പഞ്ച്. രാജേഷ് കൊട്ടാരത്തിൽ ഹരിയറ്റ് സുഹൃത്ത് ഗോൾഡൻ പഞ്ച്. ആദ്യമായിട്ടല്ലേ ഗോൾഡൻ പഞ്ച് കിട്ടുന്നേ? 1,10,000 രൂപ കലക്കി. കാര്യം നിങ്ങൾ ഒരുപാട് തമാശകൾ, ഒരുപാട് ഹിറ്റ് സ്കിറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഗോൾഡൻ പഞ്ച് കിട്ടുന്നത്. ആ സന്തോഷം പറ 3 പറ. പറഞ്ഞറിയിക്കാൻ പറ്റണല്ലേ? പറയണമെന്നല്ലോ. സന്തോഷം, ഒരുപാട് സന്തോഷം. രാജേഷ് ഏട്ടാ പറ. പ്രേക്ഷകർത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അവർ തന്നെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് അണ്ണാ, പിന്നെ അർജുൻ സാറ്, ഈ ക്രൂ, എല്ലാവർക്കും നന്ദി. ബ്രോ, ഷാജോണേ, ശശാങ്കൻ ചേട്ടന്, അതുപോലെ നമ്മുടെ രാജേഷ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മളെ ക്യാമറാമാന്മാരും എല്ലാവരോടും നിങ്ങൾ ഹാപ്പി മൂഡായിട്ടോ. നിങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ കരയിപ്പിക്കല്ലേ? സന്തോഷത്തിന്റെ നമ്മള് ഇവരുടെ തുടക്ക എപ്പിസോഡ് ഷാജോനോട് അന്നേ പറഞ്ഞേ ഇവരിവിടെ എങ്ങ് നിൽക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ല, ഇവർ ഭയങ്കര ക്ലിക്കാവും. അന്നേ ഞാൻ ഇവരുടെ ഫസ്റ്റ് എപ്പിസോഡിൽ അന്ന് കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവർക്കൊരു ടെൻഷനും ഒക്കെ കാരണം. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു, അവരോട് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കൂടുതലും സ്റ്റേജിൽ നിന്ന് പറയുന്നതിന് കഴിഞ്ഞ് കൂടുതൽ അത് കഴിഞ്ഞ് അവിടെ വരുമ്പോൾ ഞങ്ങൾ അവരോട് അവിടെ ചെന്ന് പറയും. അപ്പോൾ അവരത് എല്ലാം കേട്ടിട്ടൊന്നും മിണ്ടത്തില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ചിരിക്കില്ലേ? നിങ്ങൾ ആരും 3 പേരും ചിരിക്കില്ലേ? ചിരിക്കും, ഞങ്ങൾക്ക് അന്നൊരു ടെൻഷൻ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് നിങ്ങൾ ചിരിക്കണം, നിങ്ങൾ സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം, എല്ലാവരോടും പോയി സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ് അത് നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മളവരോട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്തു. പക്ഷേ ഇത് ഇവരുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ഇത് തന്നെയാണ്, റിസൾട്ട് തന്നെയാണ്. ഇനിയും ഇതിലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടിപൊളി. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു സ്കിറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ കൗണ്ടറുകളുടെ കുറവും തമാശ കുറവും കുറച്ച് വലിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി മാർക്ക് പൈസയൊക്കെ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് ചെന്നപ്പോൾ 3 പേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ടെൻഷൻ. കാരണം സന്തോഷം വന്നിട്ട് തന്നെ ഇതിങ്ങനെ എണീക്കണത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും മോശം ഞങ്ങൾ കളിച്ചിട്ടില്ല കേട്ടോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയണത് ഇപ്പം ഇതങ്ങനെ പോയി, പക്ഷേ അടുത്തതിൽ നിങ്ങൾ കാണിക്കുക. പക്ഷെ പിറ്റേ ദിവസം വന്നത് സ്കൂളായിട്ടാ. അത് 100
അതാണ് വേണ്ടത്. കാരണം ആ എന്താ കൂടിയ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ച് അതങ്ങനെ വേണം. അപ്പം ഞാനിന്ന് കരുതിയത് അന്നത്തെ യൂണിഫോം അല്ല ഇന്നിട്ടാക്കണത്. അപ്പം ഞാൻ കരുതി തമാശ ഒന്നും ഉണ്ടാവില്ല, യൂണിഫോം ഒക്കെ മാറ്റിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവുള്ളൂ. അതെ അതെ, പൊന്നളിയന്മാരെ ഒരു രക്ഷയില്ല. ഈ സന്തോഷത്തിൽ രണ്ടുപേരും പാട്ട് നിങ്ങൾ എല്ലാവരും മൂന്നിടന്ന് പാടി. അടിപൊളിയാ. പുളിയിലക്കരയോലം പുടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാർത്തി നാഗഫണത്തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമായി പൂത്തിരുകി സുസ്മിതേ നീ വന്നു, ഞാൻ വിസ്മിത നേത്രനായി നിന്നു. പുളിയിലക്കരയോലം പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറിച്ചാർത്തി. അപ്പോ സുസ്മിത വരട്ടെ അല്ലേ? അതെ, എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് സുസ്മിത വരട്ടെ. അപ്പോ ഇതിലും മുകളിൽ അടുത്ത പ്രാവശ്യം കാണാം ഒരു ഉഗ്രൻ സ്കിറ്റുമായിട്ട്. താങ്ക് യു സോ മച്ച്.